പറ്റി? നിന്റെ ആങ്ങളെയാകെ മൂഡ് ഓഫ് ആണല്ലോ. അവന്റെ കെട്ട് നടന്നില്ലേ? എന്റെ ആങ്ങളയുടെ മാത്രമല്ല, നിങ്ങളുടെ മോളുടെ കെട്ടും മുടങ്ങി. ആണോ? എന്താ സംഭവിച്ചത്? കൊള്ളാം. ചന്ദ്രൻ ഇത്ര നല്ലൊരു അഭിനേതാവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ, അഭിനേതാവോ? മനസ്സിലായില്ലേ? സർവ്വ കാഴ്ചകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളോട് അവിടെ മണ്ഡപത്തിൽ നടന്നതൊക്കെ ഇനി ഞാൻ വിശദീകരിക്കണോ? ഞാൻ എന്ത് കണ്ടെന്നോ നീ പറയുന്നത്? എന്ത് തോന്നിയാസം നീ പറയുന്നേ? നിങ്ങൾക്ക് തോന്നിയാസം കാണിക്കാം അല്ലേ? അവിടെ മണ്ഡപത്തിലെ ആൾക്കാരുടെ ഇടയില് നിങ്ങൾ ഒളിച്ചു നിൽക്കുന്നത് എന്റെ കണ്ണിൽ പെടില്ലാന്ന് കരുതിയോ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? അതെ, ഞാൻ വന്നിരുന്നു അവിടെ. അത് നേര് തന്നെയാ. പക്ഷെ അത് അമൃതയുടെ കെട്ട് മുടങ്ങുന്നതും പകരം മഹേന്ദ്രൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതും കാണാൻ വേണ്ടി തന്നെയാ. ഞാൻ നേരത്തെ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു നല്ല നടനാ. ഉഗ്രൻ അഭിനയം. നിന്നോടൊന്നും തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനേക്കാൾ നല്ലത് നീ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് തന്നെയാ. ശരിയാ, ഞാൻ നല്ല നടനാ. പറ്റുമെങ്കിൽ മികച്ച നടനുള്ളൊരു അവാർഡ് വാങ്ങിത്താ. ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചിരുന്നു. കുറച്ച് ടെസ്റ്റുടെ ബാക്കിയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൂടി പൂർത്തിയാക്കിയാൽ നമുക്ക് പോവാച്ചാ. നീ എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിയല്ലേ? അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അതൊക്കെ എൻ്റെ കടമയല്ലേ അച്ഛാ. മീൻകറി അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല. കുടംപുളി കൂടിപ്പോയതാ. പക്ഷേ അമ്മ രണ്ടാമതും ചോറ് വാങ്ങി മീൻകറി ഒഴിച്ച് കുഴച്ചാണല്ലോ കഴിച്ചത്. ഓ, അത് പിന്നെ വയറ് വിശന്നാ മനുഷ്യർ പിന്നെ കഴിച്ചു പോയില്ലേ? വയറിന് എന്തോ ഒരു ഏനക്കേട്. എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അല്ലേ അമ്മേ? നേരെ നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന പോലെ വരത്തില്ലല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താടാ? അച്ഛൻ്റെ സ്ഥിതി അത്ര നന്നല്ല. ഹാർട്ടിൽ 3 ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. മൊത്തത്തില് 3 ലക്ഷം രൂപയാവും. എടാ, അത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്ന, പക്ഷേ അതെല്ലാം കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ചിലവായി പോയി. പിന്നെ ഞാൻ പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങിയ കാര്യം നിനക്കറിയാലോ. അതിനും കുറച്ചധികം കാശ് ഇൻവെസ്റ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ചില്ലി കാശ് എടുക്കാനില്ലടാ. മോനെ, എന്റെ കാര്യം നിനക്കറിയാലോ. ജോലിയും കൂലിയും ഇല്ലാത്ത എനിക്ക് എവിടെ നടാ കാശ്? അതും ചെറിയ തുക വല്ലതുമാണോ? അല്ല, ചെറിയ തുകയല്ല. അത് തന്നെയാ പ്രശ്നം. അച്ഛൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ രണ്ടാളെ ഇത് തന്നെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ചെലവഴിച്ച് ഇതൊന്നും നടക്കില്ലെന്ന് എനിക്ക് 100% അറിയാം.
എങ്കിലും ആശുപത്രിക്കാരി പറഞ്ഞ കാര്യം നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കടമയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ്റെ ആവശ്യമുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ ധാരാളം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.